ഇന്ന് പോകാൻ പോണ വ്യത്യസ്തമായിട്ടൊരു മാർക്കറ്റിലാണ് ഞാൻ. ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി. കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് എറണാകുളം ജില്ലയിലെ ബ്രോഡ്വേ മാർക്കറ്റ്. ബ്രോഡ്വേ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്. പല കാര്യങ്ങളും നമ്മുടെ ഒരു മിനി ചാന്ദിനി ചോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ബ്രോഡ്വേനെ പറ്റിയിട്ട്. അപ്പോൾ ബ്രോഡ്വേ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാം. പിന്നെ പ്രൊഡക്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം ആവശ്യമുള്ളവർക്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും സെല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ തരാം. അപ്പോൾ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ബ്രോഡ്വേ മാർക്കറ്റ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയാം. എറണാകുളമാണല്ലോ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രോഡ്വേ മാർക്കറ്റ് ആയിരിക്കും. ഇനി വേറെ വല്ല മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബ്രോഡ്വേനേക്കാൾ വലിയ മാർക്കറ്റ് സാധാരണ ബ്രോഡ്വേയാണ് എല്ലാവരും പറഞ്ഞു കേൾക്കാറ്. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ വീട് ഇതിനോട് അടുത്തായതുകൊണ്ട് ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഓൺലൈനിൽ സെല്ല് ചെയ്യാനായിട്ട് ബ്രോഡ്വേന്ന് എടുത്തുകൊണ്ടിരുന്നത്. ക്ലോത്തിങ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കിച്ചൺ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് കിട്ടും. ടോയ്സ് ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ബ്രോഡ്വേ മാർക്കറ്റിൽ കിട്ടും. പണ്ടത്തേതിനേക്കാളും കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുണ്ട്. റോഡൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. കോർപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രോഡ്വേ കുറച്ചും കൂടി ക്ലീനായി ബ്രോഡ്വേ. ഇവിടെ നിങ്ങൾക്ക് ഈ ഏരിയ എല്ലാം എന്ന് പറഞ്ഞാൽ ക്ലോത്തിൻ്റെ ഏരിയയാണ്. ക്ലോത്തിങ് കാര്യങ്ങളും എല്ലാം ഹോൾസെയിലായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് എടുക്കാം. നേരിട്ട് തിരുപ്പൂർ പോയി എടുക്കുന്നവർക്ക് കുറച്ചുകൂടി വിലക്കുറവുണ്ടാവും. നേരിട്ട് ഡൽഹി ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം. ഏറെക്കുറെ എല്ലാ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളും കേരളത്തിൽ ഹോൾസെയിലായിട്ട് എടുത്താലും റീറ്റെയിലായിട്ട് എടുത്താലും വില ഒരല്പം കൂടുതലായിരിക്കും. അത് നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും താരതമ്യേന. നേരിട്ട് പ്രൊഡക്ഷൻ എവിടെയാണോ ഉള്ളത്, ഏത് സംസ്ഥാനത്താണോ പ്രൊഡക്ഷൻ ഉള്ളത്, പ്രൊഡക്ഷൻ ഉള്ളിടത്താണ് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പ് റേറ്റിൽ സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ ഡൽഹിയിലെ എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ കുറഞ്ഞ റേറ്റിന് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ 200 രൂപയ്ക്കൊക്കെ 150 രൂപയ്ക്ക് ട്രാക്ക് പാൻറ്റ്, അതും ഫർ ഫിനിഷിംഗ് ഉള്ളത്, ഇൻസൈഡ് ഫർ ഫിനിഷിംഗ് ഉള്ളത്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ബിസിനസ് കേരളത്തിലെങ്ങനെ ബിസിനസ് റൺ ചെയ്യും, ഏതൊക്കെ ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് കേരളത്തിൽ പോണേന്നറിയാൻ ഈ ബ്രോഡ്വേ പോലുള്ള മാർക്കറ്റുകളെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. കാരണം ഇവർ ഡിസ്പ്ലേ ഇട്ടേക്കണത് അധികവും ചിലർക്ക് അറിയില്ല. ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് വന്നവർക്ക് അറിയില്ല ഏതെടുത്താൽ വിറ്റ് പോകും, ഏതെടുത്താൽ വിറ്റ് പോകില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അതിനുള്ളൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മാർക്കറ്റുകൾ കേരളത്തിലെ ഹോൾസെയിൽ മാർക്കറ്റുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ബ്രോഡ്വേ അതുപോലെ തന്നെ മറ്റു ഹോൾസെയിൽ മാർക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വിസിറ്റ് ചെയ്യുക. അവിടെ ഏതൊക്കെ ക്ലോത്തുകളാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടോയ്സാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ കിച്ചൺ പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം യൂണിറ്റാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണമെന്ന്. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. കേരളത്തിൽ യുണീക്ക് കൾച്ചറാണല്ലോ. അപ്പോൾ ടോയ്സ് നമ്മുടെ സദർ ബസാറിലൊക്കെ ഒരുപാട് ടോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ സദർ ബസാറിൽ ഒരുപാട് ജ്വല്ലറി പീസുകൾ ഒരുപാടുണ്ട്. പക്ഷേ അത് പലതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ടോയ്സ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വ്യത്യാസമില്ലെങ്കിലും ജ്വല്ലറിക്ക് അങ്ങനെ വ്യത്യാസമുണ്ട്. സൗത്ത് ഇന്ത്യയിൽ അധികം ഗോൾഡ് ഫിനിഷുള്ള ജ്വല്ലറികളാണ് അധികം മൂവ് ചെയ്യാം. ഞാൻ കുറേ വീഡിയോസ് ജ്വല്ലറിയുടെ ഇട്ടായിരുന്നു. ഞാൻ ആരെങ്കിലും വാങ്ങട്ടെ എന്ന് കരുതി കുറേ റീൽസും ജ്വല്ലറിയുടെ ഇട്ടായിരുന്നു. കുറച്ചൊക്കെ ഓർഡറുകൾ വന്നു. പക്ഷേ അത് അധികം നോർത്ത് ഇന്ത്യൻസിനെയാണ് അട്രാക്റ്റ് ചെയ്യണത്. അപ്പോൾ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്നവർ ഈവൻ നിങ്ങൾ ഡൽഹി പോയി സാധനം എടുക്കാൻ ഉദ്ദേശിച്ചാലും ഇത്തരം മാർക്കറ്റുകളിൽ വന്ന് ലോക്കൽ മാർക്കറ്റുകൾ, കേരളത്തിലെ ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ വന്ന് അവർ ഡിസ്പ്ലേ ചെയ്തേക്കണതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണെങ്കിൽ ബ്രോഡ്വേയിൽ നിന്ന് തന്നെ നേരിട്ടെടുത്ത് അല്ലെങ്കിൽ മറ്റു മാർക്കറ്റുകളിൽ നിന്ന് നേരിട്ടെടുത്ത് ചെയ്യാം. ഇനി ബൾക്കായിട്ട് നിങ്ങൾ ഡൽഹിയിലൊക്കെ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിലുള്ള നിങ്ങൾ ഈ ലോക്കൽ മാർക്കറ്റുകളിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. കാരണം മലയാളികളുടെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത്തരം മാർക്കറ്റുകളിൽ പോയാൽ മതി. ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളെല്ലാം ഡൽഹിയിൽ കിട്ടും. ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ, പ്ലാന്റ് അതെല്ലാം കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് അപ്രോച്ച് ചെയ്യാം. പലരും വീഡിയോ കണ്ട് ഡൽഹിയിലെല്ലാം വന്ന് നിന്ന് കുറേ ഐറ്റംസ് എടുത്ത് പോകുന്നുണ്ട്. അത് മെസ്സേജ് അയച്ച് പറയണതിൽ സന്തോഷമുണ്ട്. ബ്രോഡ്വേനെ പറ്റിയാണ് മെയിനായിട്ടുള്ളത്. ടോയ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബ്രോഡ്വേയിൽ. ലൈറ്റ് ഉണ്ട്, ലൈറ്റിൻ്റെ മാർക്കറ്റ് ഉണ്ട് ബ്രോഡ്വേയിൽ. ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബസ് എപ്പോഴും അവൈലബിൾ ആണ്. എറണാകുളത്തെ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നും നിങ്ങൾക്ക്
ബ്രോഡ്വേയിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ബ്രോഡ്വേയിലേക്ക് വരാവുന്നതാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ മറ്റ് അന്യ ജില്ലകളിൽ നിന്ന് വന്നവർക്ക് സൗത്തിൽ വന്നിറങ്ങിയിട്ട് വരാം. സൗത്തിൽ നിർത്താത്ത വല്ല പ്രശ്നമുണ്ടെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ വരാം. എവിടെ നിന്നും നിങ്ങൾക്ക് ബസ് കിട്ടുമെന്നുള്ളതാണ്, ഏത് ബസ് സ്റ്റേഷനിൽ നിന്നും ബസ് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ബ്രോഡ്വേയിൽ ജൂ സ്ട്രീറ്റ് ഉണ്ട്, കുറേ യുണീക്കായിട്ടുള്ള കരകൗശല വസ്തുക്കളെല്ലാം അതിൽ കിട്ടും. പല പല സ്ട്രീറ്റുകളുണ്ട്. ബ്രോഡ്വേ ചാന്ദിനി ചൗക്കിനോളം വലുതല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഏകദേശം ഒരു 50% വലിപ്പം വരും ഈ ബ്രോഡ്വേക്കും. ബ്രോഡ്വേ ഒരു ഫേമസ് മാർക്കറ്റ് തന്നെയാണ്. പിന്നെ കിച്ചൺ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഡയറക്റ്റ് കൊടുക്കുന്ന ആളുകൾ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാം. ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ ഡൽഹിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും ഏറെക്കുറെ സെയിം വിലയാണ്. കാരണം പ്രൊഡക്ഷൻ നടക്കണ ചൈനയിലാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലായിട്ട് അത് ഇറക്കാൻ നേരത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടിയും അതുപോലെ തന്നെ കസ്റ്റംസ് ക്ലിയറൻസ്, GST, ചപ്പ് ചവറ് അങ്ങനെ എന്തൊക്കെയുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഏറെക്കുറെ സെയിം റേറ്റിൽ തന്നെയായിരിക്കും ഡൽഹിയിലെയും ഇവിടുത്തേക്ക് റേറ്റ്. ഇമ്പോർട്ടഡ് ആണെങ്കിൽ മറ്റ് പ്രൊഡക്ഷനുള്ള സാധനമെല്ലാം ഇപ്പോൾ UP, ഹരിയാന, പഞ്ചാബിലൊക്കെ പ്രൊഡക്ഷൻ വന്ന സാധനമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡൽഹി തന്നെയായിരിക്കും ഏറ്റവും വിലക്കുറവ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ ഡീലറുടെ ലാഭം അതുപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് എമൗണ്ട് നിങ്ങൾ കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓടി ഡൽഹിയിലേക്ക് പോകേണ്ടതില്ല. ഇത്തരം ലോക്കൽ മാർക്കറ്റുകൾ അപ്രോച്ച് ചെയ്ത് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്നെല്ലാം എടുത്ത് പരീക്ഷിച്ച് തെളിഞ്ഞതിന് ശേഷം മാത്രം സീരിയസ് ആയിട്ട് ഇറങ്ങുമ്പോൾ മാത്രം വലിയ ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ പറ്റിപ്പ് ഡൽഹിയിൽ ഒരല്പം കൂടുതലാണ്. ഡൽഹിയിലേക്ക് നിങ്ങൾ നേരിട്ട് യൂട്യൂബിലെ വീഡിയോസെല്ലാം കണ്ട് ഏതെങ്കിലും അങ്ങനെ ഒരുപാട് മലയാളികളും ചെയ്യുന്നുണ്ട്, സ്റ്റോറുകളെല്ലാം കയറി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹിന്ദിക്കാരും ചെയ്യുന്നുണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ ഡയറക്റ്റ് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറ്റിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും പറ്റിക്കുമെന്നല്ല, പറ്റിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് കാശായിട്ട് മുങ്ങുന്നതിലുപരി നിങ്ങൾ ഓർഡർ ചെയ്തതൊന്നും അല്ലായിരിക്കും വന്നത്. അങ്ങനെ ചില പ്രശ്നം ഡയറക്റ്റ് പൈസ അയച്ചു കൊടുക്കുമ്പോഴുണ്ട്. അപ്പോൾ ജസ്റ്റ് ബിഗിനിങ്ങിലുള്ളവർക്കൊക്കെ ഇത്തരം മാർക്കറ്റുകളാണ് നല്ലത്. പിന്നെ മാർക്കറ്റിൽ ഏത് മൂവ് ചെയ്യുമെന്ന് അറിയാനും ഇത്തരം മാർക്കറ്റുകൾ അപ്രോച്ച് ചെയ്താൽ മതി. കാരണം അവർ ഡിസ്പ്ലേ ഇട്ടേക്കുന്നതെല്ലാം കേരളത്തിലെ ഒന്നല്ലെങ്കിൽ കേരളത്തിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്, അല്ലെങ്കിൽ കേരളത്തിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് സാധാരണ ഡിസ്പ്ലേ ചെയ്യുന്നത് അവർ. പിന്നെ എല്ലാം സൂക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഏത് മാർക്കറ്റിൽ വന്നാലും നിങ്ങൾ സൂക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് മറൈൻ ഡ്രൈവ്, ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണതും. പിന്നെ ചൈനയിൽ നിന്ന് നേരിട്ട് വന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് പിന്നെ ചെറിയ ചെറിയ മാനുഫാക്ചറിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, ചെറിയ അസംബ്ലിങ്ങും മാനുഫാക്ചറിങ്ങും ഒക്കെ. നേരത്തെ പറഞ്ഞ പോലെ അധികം പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഡൽഹി, ബോംബെ, ഗുജറാത്ത് അവിടെയൊക്കെ തന്നെയാണ്. ഈ കിടക്കുന്ന ക്രോക്സിൻ്റെ എല്ലാം മിക്കവാറും വന്നത് കരോൾബാഗ് മാർക്കറ്റിൽ നിന്നൊക്കെ ആയിരിക്കും ഇതെല്ലാം. ഇനി ഇമ്പോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ചൈനയിൽ നിന്ന് നേരിട്ട് വന്നതും ഉണ്ടാവും. ഏകദേശം സെയിം പ്രൈസാണ് റീറ്റെയിൽ എടുക്കാൻ നേരത്ത്. ഡൽഹിയിൽ എന്തായാലും ലോട്ടിൽ വന്നതെല്ലാം നല്ല വിലക്കുറവിൽ കിട്ടും. ഇപ്പോൾ ക്രോക്സിൻ്റെ എല്ലാം ഫേമസ് ആയിട്ടുള്ള ഇതെല്ലാം കുറഞ്ഞ വിലക്ക് കിട്ടും നിങ്ങൾക്ക് ഡൽഹിയിൽ. ബ്രോഡ്വേ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു മാർക്കറ്റാണ്. സാധാരണ എറണാകുളത്ത് വരുന്നവർ ബ്രോഡ്വേ ഒന്നും അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല, മറ്റ് സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോകാനാണ് പതിവ്. ബ്രോഡ്വേ നിങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. താരതമ്യേന എറണാകുളത്തെ മറ്റ് മാളുകളിലും മറ്റ് ഷോപ്പുകളിലെല്ലാം കിട്ടുന്നതിലും വിലക്കുറവിൽ നിങ്ങൾക്ക് ബ്രോഡ്വേയിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് പല ഐറ്റങ്ങളും. അപ്പോൾ ബ്രോഡ്വേയും കൂടിയും വിസിറ്റ് ചെയ്യണവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഓൺലൈനിൽ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. അവർ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഏതൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് കിട്ടണമെന്നുള്ളത്. ഡൽഹി വീഡിയോസ് കണ്ടിട്ടാണ് പലരും മെസ്സേജ് അയക്കുന്നത്. ഡൽഹിയിൽ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഡൽഹിയിലെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു
യൂട്യൂബിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൽഹി ബിസിനസ് ടൂർ എന്നും പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഡൽഹി വീഡിയോസ് ഉണ്ട്. ഡൽഹിയിലെ വിലകൾ, ഏതൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടും, എങ്ങനെ ഓർഡർ ചെയ്യണം, എങ്ങനെ അവിടെ നിന്ന് കൊറിയർ അയക്കണം, അതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിലവിൽ 3-4 യൂട്യൂബേഴ്സ് ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. ഓൾറെഡി തന്നെ ഡൽഹിയിൽ നിന്നിട്ട് ചെയ്യണവരുണ്ട്. അവരുടെയും വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ചെറിയൊരു ഇടവഴിയാണ്, ടോയ്സും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ഇടവഴിയാണ്. ചാന്ദിനി ചൗക്ക് മറ്റു മാർക്കറ്റുകൾ, സദർ ബസാർ, കരോൾ ബാഗ് അതേപോലത്തെയൊക്കെ മാർക്കറ്റ് തന്നെ. പക്ഷേ അവിടുത്തെ ഉള്ള പോലെ തന്നെ ഇടവഴികളിലേക്ക് കയറുമ്പോഴാണ് അധികം കാണുന്നത്. നമ്മൾ ജസ്റ്റ് റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് കളക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ JCB ഒക്കെ കണ്ടില്ലേ, ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ, അതേപോലത്തെ അധികം ടോയ്സിൻ്റെ ഏരിയ ആണ് ഇവിടെ. ടോയ്സ് കുറച്ച് ഫേമസ് ആണ്. ടെഡി ബിയർ, അതേപോലെ സ്റ്റഫ് ടോയ്സ്, ഇതെല്ലാം സദർ ബസാറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ 50 രൂപ ആ റേറ്റിലൊക്കെയാണ് ഹോൾസെയിൽ പ്രൈസ് വന്നത്. നീറ്റാണ്. നമ്മുടെ ഡൽഹി ബസാറുകളെ അപേക്ഷിച്ച് നീറ്റാണ്. അത്ര കൺജസ്റ്റഡ് അല്ല, ഡൽഹി പോലെ കൺജസ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലീൻനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ. ഇതിൻ്റെ എല്ലാം അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ടോയ്സ് കിട്ടണതാണ് ബ്രോഡ്വേ മാർക്കറ്റിൽ. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ലേഡീസ് ബാഗുകൾ, അത്തരം പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ലേഡീസ് ബാഗുകൾ കിട്ടും. പിന്നെ കമ്മൽ, ആ റേഞ്ചിലുള്ള ഐറ്റംസ് എല്ലാം. ഇപ്പോൾ സദർ ബസാറിലൊക്കെ പോയി ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് സദർ ബസാറിൽ പോയി എടുക്കണേക്ക് മുമ്പ് ബ്രോഡ്വേയിൽ വന്ന് നോക്കാം എങ്ങനത്തെ എല്ലാം ഓർണമെൻറ്റ്സ് ആണ് സാധാരണ മലയാളികൾ ഇടുന്നത് എന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നുകൊണ്ട് ഞാൻ കുറേ പ്രൊഡക്ട്സുകൾ ചുമ്മാ എടുത്തിട്ടായിരുന്നു. കാരണം എനിക്ക് വലിയ എക്സ്പെൻസ് ഇല്ലല്ലോ, ഞാൻ ഓൾറെഡി അവിടെ നിൽക്കണതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഇതെല്ലാം ടോയ്സിൻ്റെ ഏരിയ ആണ്. പല പല റേറ്റിൽ തന്നെ, നേരത്തെ കാണിച്ചതെല്ലാം 50 രൂപ ആ റേറ്റിൽ വന്നതാണ്. ഓർണമെൻറ്റ്സ് അധികം കാണുന്ന ഗോൾഡ് ഫിനിഷ് ഉള്ളതാണ്. അപ്പോൾ ഗോൾഡ് ഫിനിഷ് ഉള്ളതിനോടായിരിക്കും അധികം ആളുകൾക്ക് താല്പര്യം കേരളത്തിൽ. ക്യാപ്പെല്ലാം വ്യത്യസ്ത തരം ക്യാപ്പുകൾ, ഇതെല്ലാം അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ മറക്കണ്ട, എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ്. ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ വിലയെല്ലാം അന്വേഷിക്കാം. ഒരു നല്ലൊരു മാർക്കറ്റാണ്. ഇനി എൻ്റെ പ്രൊഡക്ട്സും മറ്റ് കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ അടുത്ത് വരുന്ന പ്രൊഡക്ട്സുകളെല്ലാം ഞാൻ അതിലായിരിക്കും സെല്ല് ചെയ്യുക.